ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്ന് എന്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ ടിക്ക് വീഴാൻ പോവാണ്. ചേട്ടൻ പോയി പിക്ക് ചെയ്യണം. ചേട്ടൻ അറിയില്ല എവിടെ പോണേന്ന്. പക്ഷെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ചിലവർക്ക് അത്ര വലിയ കാര്യമായിട്ട് തോന്നില്ല. പക്ഷെ എനിക്ക് എനിക്ക് ഭയങ്കര കാര്യമാണ്. എന്റെ ഒരു ഗുഡ് മൊമെന്റ് ആയിരിക്കും ഇന്ന് നടക്കാൻ പോകുന്നത്. റോയിച്ചേട്ടാ അടിപൊളിയായിട്ട് ഇരിക്കട്ടോ. എന്ത് സെറ്റ് ആയിട്ടിരിക്കും. ഞങ്ങൾ അവിടെ എത്തിയിട്ട് പറയാനുള്ള പ്ലാനാണ്. അതിന് മുന്നേ പറയാനുള്ള യാതൊരുവിധ പ്ലാനും എനിക്കില്ല. ചോദിക്കായിരിക്കും എന്തായാലും. പക്ഷെ അതൊക്കെ ഞാൻ എടുക്കാണ്ട, എല്ലാം ഞാൻ ഡോക്യുമെന്റ് ചെയ്യാം. അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചേച്ചിയുടെ അടുത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ സ്റ്റേ ചെയ്യുന്നിടത്തുനിന്ന് റോയിച്ചേട്ടൻ്റെ അവിടേക്ക് മെട്രോയിൽ ഒരു 20 minutes ആണ്. പക്ഷെ ഡ്രൈവ് ചെയ്യുമ്പോൾ കുറച്ച് ദൂരമുണ്ട്. അപ്പൊ നമ്മള് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോവാണ്. അധികം ട്രാഫിക് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാന് എല്ലാ സ്ഥലത്തും ലേറ്റ് ആയിട്ട് പോവാ. പക്ഷെ ഇപ്രാവശ്യം ഓൺ ടൈമിന് എത്തിയിട്ടുണ്ട്. 9:30 അഭി റെഡി ആയിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾക്ക് ചേട്ടനെ പോയി പിക്ക് ചെയ്യാനുണ്ടല്ലോ. സ്ലോട്ട് 11 o'clock 11:30 11 ആയിരുന്നു. ഞങ്ങൾ 11:30 ആക്കി. അപ്പൊ ഇന്ത്യയിലും ഒരു സ്ഥലത്തേക്ക് നേരത്തെ എത്തണം എന്നാണ് എന്റെ ആഗ്രഹം. അത് എത്തുമെന്ന് ഞാൻ വിചാരിക്കും. വീട്ടുള്ള പക്ഷെ എത്തണെന്നൊക്കെയാണ്. ഞാൻ ഓവർ എക്സൈറ്റഡ് ആണ്. സാധാരണ എന്റെ അമ്മ എപ്പോഴും പറയാണ്ട് ഓവറായിട്ട് എക്സൈറ്റഡ് ആവരുത്, ഓവറായിട്ട് എക്സൈറ്റഡ്. പക്ഷെ ഇന്ന് ഞാൻ ഓവറായിട്ട് എക്സൈറ്റഡ് ആവും. ബിക്കോസ് ഇന്ന് എന്റെ ബക്കറ്റ് ലിസ്റ്റില് ടിക്ക് വീഴാൻ പോവാണ്. അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ചിലവർക്ക് ഇതൊക്കെ നോർമൽ കാര്യമായിരിക്കും കേട്ടോ. എന്നെ സംബന്ധിച്ചത് വലിയ കാര്യം അല്ല. ഇത് ഇന്നലെ ഇട്ട പ്ലാനാണ്. അതിന് മുന്നിട്ട പ്ലാൻ അതെ പോണെന്നുണ്ട്. ഇന്ന് പോണെന്ന് ഞാൻ ഇന്നലെ ഇട്ട പ്ലാനായിരുന്നു. അപ്പൊ തന്നെ ഞങ്ങൾ സെറ്റ് ചെയ്തു. കണ്ണ് എഴുതിണ്ടായിരുന്നു. പക്ഷെ അത് അലമ്പാക്കി. മേക്കപ്പ് ഇടാനൊന്നും അറിയില്ല. ഞാൻ ഗെറ്റ് റെഡി വെറുതെ ക്രീം ഇട്ടിട്ടൊക്കെ ചെയ്യണ്ട. ശരിക്കും മേക്കപ്പ് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ എന്നെ തല്ലിക്കൊണ്ടു. അതുപോലെ ഞാൻ ഫൗണ്ടേഷൻ ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. വല്ലപ്പോഴും എന്തെങ്കിലും ആവശ്യം നോർമലൊക്കെ ഞാൻ മോയ്സ്ചറൈസറും സൺസ്ക്രീനാണ് യൂസ് ചെയ്യാറ്. പക്ഷെ വേറെ ഓപ്ഷൻ ഇല്ല. മേക്കപ്പ് ചെയ്യാൻ അറിയില്ല. അങ്ങനെ കുറെ ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് ചിലപ്പോ അലർജിയോ. ഇപ്പോഴാണൊന്ന് കുറച്ച് ഇപ്പതേ ഇവിടെ കുരു ആയി. അടുത്ത സണ്ണിങ്ങാൻ തോന്നുന്നു. ചേട്ടൻ എന്ന് പറഞ്ഞത് എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണ്. എനിക്ക് ശരിക്കും ചേട്ടന്റെ പോലെ തന്നെയാ. എന്താ പറയാ, ഞാൻ 10th പഠിക്കുമ്പോഴാണ് ഒരു മാരേജ് കഴിയുന്നത്. അന്ന് തൊട്ട് എനിക്ക് പഠിക്കാനുള്ള ബുക്സും ഞങ്ങൾക്ക് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടുള്ള കൊട ബാഗ് എല്ലാം ചേട്ടൻ തന്നെയാണ് ചെയ്തു തരാറ്. ഇവിടെ വന്നിട്ടാണെങ്കിലും ഇപ്പൊ എന്തെങ്കിലും ഞാൻ അമ്മേനായിട്ട് ഇടി ഉണ്ടാക്കണ മെയിൻ ആളാണ് എന്റെ വീട്ടിലത്തെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അമ്മ ചേട്ടനെ വിളിച്ചിട്ട് ചേട്ടാ ആ ഒരു ടൈം ആവുമ്പോഴേക്കും എന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരിക്കും. എന്താ പ്രശ്നം എന്താന്നൊക്കെ ചോദിച്ചിട്ട്. എന്നിട്ട് ഇങ്ങനെയൊക്കെ പറയും. എനിക്കറിയാം ഞാൻ എന്നെ സമാധാനിപ്പിച്ചൊന്നും സമാധാനം ആവില്ല. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോ ഇവിടെ വരുന്ന സമയത്തും നമ്മുടെ ചുറ്റും മൊത്തം വിഷങ്ങളാണ്. നമുക്കൊന്നും മനസ്സിലാവില്ല. ചിലപ്പോ ആ ഒരു ഏജിന്റെ ഒക്കെ ആയിരിക്കും ആ ടൈമില്. ഞാൻ എല്ലാവരും പെട്ടെന്ന് വിശ്വസിക്കുമായിരുന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാവരും നന്നായി പെട്ടെന്ന് വിശ്വസിക്കും. അപ്പൊ ആ ഒരു ടൈമില് ചേട്ടൻ വന്ന് എന്തേലൊക്കെ പറയുന്ന സമയത്താണ് എനിക്കൊരു സമാധാനമാവുള്ളൂ. എനിക്കൊരാള് എന്റെ ആണ് എന്നൊരാള് ഉള്ളത് തന്നെ എനിക്ക് ഭയങ്കര സമാധാനം. ഇപ്പോഴും എല്ലാ വീക്കൊന്നും വരാറില്ല. എന്നാലും 2 വീക്ക് മന്ത്ലി 2 times ചേട്ടൻ എന്റെ അടുത്തേക്ക് വരാറുണ്ട്. പ്ലെയിൻ പോയി അപ്പൊ വീഡിയോ എടുക്കുന്നു. സമാധാനമില്ല. വന്ന സമയത്താണ് പറഞ്ഞേ ഞാൻ ചോദിച്ചു ബുർജ് ഖലീഫ പോണ്ടേ റോയിച്ചേട്ടാ. അപ്പൊ ഒരു ദിവസം പോവാ, ഒന്ന് സെറ്റ് ആയിട്ട് നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞപ്പോ നീ അടുത്തേല് നിന്ന് കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ അടുത്ത് നിന്ന് പോലും കണ്ടിട്ടില്ല. അപ്പൊ അത്ര ദുബായ് മാളിലേക്ക് പോലും റോയിച്ചേട്ടൻ പോയിട്ടില്ല എന്നതാണ് എന്റെ വിശ്വാസം. എവിടെയും പോവില്ല, റൂമിൽ തന്നെ ഇരിക്കുള്ളൂ. അപ്പൊ ഇപ്രാവശ്യം ഞാൻ എല്ലായിടത്തെയും കുത്തിപ്പിടിച്ചു കൊണ്ടുപോകും. അതാണ് എന്റെ ഒരു ആഗ്രഹം. അങ്ങനെ പറയാനാണ് അഭി പറഞ്ഞത്. കുറെ പേരുകളൊക്കെ അഭി മാറ്റാണ് ഇരുന്ന് പറഞ്ഞത്. അന്നെനിക്ക് ഭയങ്കര ടച്ചിങ് ആയി. അന്ന് എനിക്ക് എങ്ങനെയെങ്കിലും എനിക്ക് ആ ടൈമിൽ പറ്റില്ലായിരുന്നു. ഈ ടൈമിൽ ഇപ്പൊ ദൈവം അനുഗ്രഹിച്ച് എനിക്ക് പറ്റും. അപ്പൊ എനിക്ക് എന്തായാലും ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് പോവാണ്. പിന്നെന്താ, ചേട്ടൻ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചേട്ടൻ പറയും എന്തിനാ ഈ പൈസ എന്തേലൊക്കെ പറയും. പക്ഷെ അതൊന്നും എനിക്ക് പ്രശ്നമേ ഇല്ല. മെട്രോ പോകുമ്പോ 10-20 മിനിറ്റ് ഇനി ഒരു 5 മിനിറ്റ് കൂടെ ഉള്ളു. 5 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ എത്തും. എവിടെ? റോയിച്ചേട്ടൻ്റെ അടുത്ത്.
ഇവരൊക്കെ മനസ്സിൽ വെക്കുന്ന എക്സൈറ്റ്മെന്റ് എനിക്ക് അറിയില്ല എന്നാന്ന് എനിക്കിങ്ങനെ കാണിക്കണം. ഞാൻ ഒരു സപ്പോസ് ഒരു ഡ്രസ് ഇട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത് അങ്ങനെ പറയണം. അദ്ദേഹം അങ്ങനെ റോഹിത് ചേട്ടന്റെ അടുത്ത് ചോദിക്കാനേ പറ്റില്ല. റോഹിത് ചേട്ടന്റെ അടുത്ത് ചോദിച്ചാൽ അറിയാം കുഴപ്പമില്ല. ആ ഒരു 2014 തൊട്ട് ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഞാൻ നല്ലതാണ് പൊട്ടയാണ് അത് എനിക്കറിയില്ല, പക്ഷെ കുഴപ്പമില്ല. ഇന്ന് അത് തന്നെയായിരിക്കും പറയാൻ പോകുന്നത്, എനിക്ക് ഉറപ്പാ. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് ഒരു സാധനം ഇഷ്ടപ്പെട്ട ഞാൻ ഭയങ്കര ഇഷ്ടമായി തന്നെ പറയും. ഹലോ, ഞങ്ങള് പുറത്തുണ്ട്. എത്തി. ഓക്കെ. നേരെ പക്ഷെ ചേട്ടൻ വിടുന്നു. അല്ല അപ്പൊ ഇതല്ലേ ബിൽഡിങ്? ഇതല്ലേ ബിൽഡിങ്? ഇതായിരുന്നു. ഓക്കെ. ഞാൻ അതാ വെച്ചിട്ട് ഇങ്ങനെ അന്ന് രാത്രി റോഹിത് ചേട്ടാ ഹായ്. കണ്ടില്ലേ റോഹിച്ചേട്ടനൊക്കെ കണ്ടന്റാക്കിയുള്ളു. നമ്മളെവിടേക്കാ പോണേ? എന്താണ് ഒരു എന്താ പറയാ ഊഹാപോഹങ്ങൾ എനിക്കറിയില്ല. ഈ ബ്രിഡ്ജിന്റെ പേര് ഇൻഫിനിറ്റി ബ്രിഡ്ജ് എന്നാണ്. നമ്മൾ കൂടെ പോണ സമയത്ത് കാണാൻ നല്ല രസമാണ്. നൈറ്റ് ലൈറ്റിംഗ് ഒക്കെ ഉണ്ടായിരിക്കും, അടിപൊളിയായിരിക്കും കാണാൻ. അപ്പൊ നമ്മൾ ഓരോ വിശേഷങ്ങളും ഈ ബ്രിഡ്ജിനെ പറ്റി പറയലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ഷെയ്ഖ് സായദ് റോഡിലേക്ക് കയറി. ഇതാണ് ഫ്യൂച്ചർ മ്യൂസിയം. ഇവിടെ നൈറ്റ് ആണ് കുറച്ചും കൂടെ ഭംഗി. ഇപ്പോഴും ഭംഗിയുണ്ട്, പക്ഷെ നൈറ്റ് ലൈറ്റ് ഒക്കെ ഇടുമ്പോൾ അടിപൊളിയാണ് കാണാൻ, നല്ല രസമാണത്. ഇതാണ് ബുർജ് ഖലീഫ. അങ്ങോട്ടാണ് പോണേ. റോഹിത് ചേട്ടന് ഒരു ക്ലൂ ഇല്ല, പക്ഷെ ഞാൻ ഗസ്സിങ് ഇടക്കിടക്ക് ചോദിക്കുന്ന ശല്യം ചെയ്യണ്ടായിരുന്നു. ദുബായിലൊക്കെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, ഒരു വഴി തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ചുറ്റേണ്ടി വരും. എന്തോ ഭാഗത്തിന് വഴി തെറ്റിയില്ല എന്ന് പോകുന്ന സമയത്ത് നമ്മൾ ദുബായ് മോളിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. റോഹിത് ചേട്ടാ എനി ഗസ്, ഇപ്പോഴെന്തേലും ഒരു ഗസ്? സത്യം പറഞ്ഞ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലല്ലേ? ദുബായ് മാൾ അപ്പുറത്ത്, ഇത് ദുബായ് മാളല്ല. എന്ത് അതല്ലേ ബുർജ് ഖലീഫ എന്നല്ല. ഒരു ഗസ്സും കൂടെ നന്നായി ചിന്തിച്ചിട്ട് പറ. തോറ്റാ? ഇന്ന് റോഹിച്ചേട്ടന്റെ അമ്മ മരിച്ചിട്ട് 11 വർഷം തികയുന്ന ഡേ ആയിരുന്നു. അപ്പോ ചേട്ടൻ എപ്പോഴും സാഡായിരിക്കും ഈ ടൈമിലൊക്കെ. അപ്പൊ എനിക്ക് ചേട്ടനൊന്ന് ഹാപ്പി ആക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മെയിൻലി ഞാനിത് ഈ ഡേ തന്നെ ചൂസ് ചെയ്തത്. എനിക്കൊരു ഐഡിയ. പിന്നെ നിങ്ങളുടെ തന്നെ ഞങ്ങൾ വിളിക്കുമ്പോഴേക്കും എന്താ അറിവില്ലാണ്ട് ഇങ്ങനെ ഞങ്ങളുടെ കൂടെ വരുന്നേ. ഞാൻ നിന്നോട് അത് ഞങ്ങളുടെ വരുന്നേ. ഒരു എസ് എന്തേലും ഒന്നും കൂടെ ട്രൈ ആക്ക്. എന്തായിരിക്കും നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, എന്തായിരിക്കും ഒരു ഗസ്? നീ ഇങ്ങനെ നേരം ചോദിച്ചു ഞാൻ എന്താ പറയാ? അമ്മയ്ക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടോ? ദൂലുണ്ട്, അയിലുണ്ട്. അത് പോയിട്ട് അവിടുത്തെ സെക്യൂരിറ്റിയുടെ അടുത്ത് എങ്ങനെയാണ് ടോപ്പ് വ്യൂ കാണാൻ പോകുന്നത് ചോദിച്ചിട്ട് വരികയാണ്. അപ്പോഴേക്കും ഞാൻ റോഹിത് ചേട്ടനെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ മറ്റേ നാടകങ്ങളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. റോഹിത് ചേട്ടാ അറവുമാടിനോടുള്ള ഒരു സ്നേഹം ഉണ്ടല്ലോ, അതേപോലെ ഒരു ഫീലിംഗ് എനിക്ക് വരുന്നുണ്ടാ. ബോയ്സ് മാത്രമാണ് ചേച്ചിയുടെ ഹസ്ബൻഡ്സിനൊക്കെ അളിയാന്ന് വിളിക്കാറ്. പക്ഷെ ഞാൻ 10th തൊട്ടേ എനിക്ക് അളിയാന്ന് വിളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചേട്ടനെ അളിയാന്നാണ് വിളിക്കുക. നമ്മൾ സംസാരിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ അളിയൻ ബന്ധമാണ്. പക്ഷെ ആള് ഭയങ്കര സ്വീറ്റാട്ടോ, ഭയങ്കര കൈൻഡാണ്. അപ്പൊ അങ്ങോട്ട് പോകുമ്പോഴും പുള്ളിക്ക് മനസ്സിലായിട്ടില്ല. ഇതൊക്കെ അവിടെ ക്ലൂ ഉണ്ടായിരുന്നു, പക്ഷെ ചേട്ടാ അവിടേക്ക് ഒന്നും നോക്കിയിട്ടില്ല. തമ്മിലിടയും ഒടുവിൽ തളരും.
ചേട്ടനോട് മനസ്സിലായി. മനസ്സിലായ? സത്യം പറ, മനസ്സിലായ? ധൈര്യം. നമ്മളെ ഇപ്പൊ ബുദ്ധി കയറുമ്പോ നേരത്തെ പറഞ്ഞല്ലോ, സംശയത്തിലാണെങ്കിലും പറഞ്ഞല്ലോ. അവിടെ കയറാൻ പോവാ. ഓക്കെ അല്ലേ? ആ പോ. സെറ്റല്ലേ? എന്നാലും എന്നാലും അറിയില്ല. ഇങ്ങനെ തിരിച്ചു ചേട്ടാ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ നടന്നു കയറിയാണ്. പക്ഷെ ഇത് സർപ്രൈസ് ആയിട്ടില്ല, ഇടയ്ക്ക് അറിയില്ല. സെക്യൂരിറ്റി ചെക്കിന്റെ അവിടെ നിന്ന് ഞാൻ വ്ളോഗ് എടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ ഫോൺ അവർ പിടിച്ചിട്ട് എല്ലാം ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. ആ സെക്യൂരിറ്റി സെക്ഷനിലുള്ള ക്ലിപ്സ് മാത്രം കേട്ടോ. അപ്പൊ ഞാൻ ഇവരുടെ അടുത്ത് പറയണായിരുന്നു, കോമഡി ആയാലും എന്നെ പോലീസ് പിടിച്ചാലും അവിടെ വെച്ചിട്ട്. പക്ഷെ അവര് റീസൈക്കിൾ ബിന്നിൽ പോയിട്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു കേട്ടോ. ഒരു പക്ക അവിടെ ഒന്നും ക്യാമറ അലൗഡേ അല്ല. പിന്നെ ഞങ്ങള് അവിടെ നിന്ന് നീങ്ങിയിട്ട് നമ്മള് ലിഫ്റ്റിന്റെ സൈഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ കുറെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നന്നായി വായിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ വായിക്കാം. അബിയും റോയിച്ചേട്ടനൊക്കെ നിന്ന് വായിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ നമ്മൾ അത്ര താല്പര്യമില്ല അങ്ങനത്തെ കാര്യത്തിന്. എന്നാലും കുറച്ചൊക്കെ ഞാൻ വായിച്ചു കേട്ടോ. ഓക്കെ, റോയിച്ചേട്ടാ എക്സൈറ്റഡ് ആയ? വെറുതെ പറയണതോ? എവിടെയാണ് റോയിച്ചേട്ടാ? എന്താണ് തോന്നുന്നത്? ഇപ്പൊ ഒരു സുഖമുണ്ട് അല്ലേ? ദുബായ് ഇങ്ങനെ കാണണം. ചുമയറ Ya, tekan lagi. Sekejap. 1, 2, 3, sekejap.
ചേട്ടാ ഇപ്പൊ കണ്ടില്ലേ ബുർജ് ഖലീഫയുടെ മുകളില് ടോപ്പ് കയറി എങ്ങനെയുണ്ട്? നന്നായിട്ട് സൂപ്പറായിട്ടുണ്ട്. നമ്മള് വിചാരിച്ച പോലെയല്ല. വിചാരിച്ച പോലെ വേറൊരു ഫോട്ടോ സെക്ഷൻ സൂപ്പറായിട്ടുണ്ട്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? ബേർഡിനെ കണ്ടപ്പോ എനിക്കൊരു കാര്യം ഫീലായി. നിങ്ങൾക്ക് എന്താ ഫീലായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഭയങ്കര മെമ്മറിയില് ഈ ബേർഡും ഒരു എന്താ പറയാ പ്രതീകാന്നോ എന്തൊക്കെയാണ്. ഇല്ല, ആക്ച്വലി നമുക്ക് ടിക്കറ്റ് എടുത്തപ്പോ കോംപ്ലിമെന്ററി ആയിട്ട് ഫോട്ടോ ഉണ്ട്. സാധാരണ ഫോട്ടോ കിട്ടണമെങ്കിൽ നമ്മൾ പേയ്മെന്റ് കൊടുക്കണം അല്ലേ അബി? നമുക്ക് എടുത്ത ടിക്കറ്റിനെല്ലാം ഫോട്ടോ ഫ്രീ ആണ്. ചേട്ടാ ഹാപ്പി അല്ല ചേട്ടാ? ഹാപ്പി. റോജനെ ഹാപ്പി ആക്കാൻ വേണ്ടി മാത്രം പോയി ക്യാമൽ മിൽക്ക് സോപ്പ് ഉണ്ട്. സ്മെല് എങ്ങനെയുണ്ട് റോജ് ചേട്ടാ സ്മെല്ല്? നമുക്ക് എവിടെയോ ഒരു പരിചയമുള്ള ഒരു മണം. അബി മതി. ആക്ച്വലി നമ്മളെടുത്ത ടിക്കറ്റിന് 51 dirhams ക്ലെയിം ചെയ്യാൻ പറ്റും. ഒരു ടിക്കറ്റില് 17 വെച്ചിട്ട്. സോ നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ് എന്തെടുക്കാന്നുള്ളത്. ഇവരോട് ഞാൻ പറഞ്ഞു ടാസ്ക് കൊടുത്തേക്കാണ് രണ്ടുപേരും തപ്പ. എനിക്ക് വേണ്ടി ഇഷ്ടമുള്ള എടുത്തത്. പാവ അബി എനിക്ക് വേണ്ടിയിട്ട് ഒരു ബാഗ് സെലക്ട് ചെയ്തു. അവര് എനിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തു. ഞങ്ങളെടുത്ത ടിക്കറ്റിലെ സ്കൈ വ്യൂവിലെ ഗ്ലാസ് വാക്ക് ഫ്രീ ആണ്. നമുക്ക് അവിടെ എഡ്ജ് വാക്കൊക്കെ നടക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഇതുള്ളത്. നമുക്ക് ഫ്രീ ആക്സസ് ആയിട്ട് കയറാം. ടിക്കറ്റിന് പേയ്മെന്റ് ഒന്നും കൊടുക്കണ്ട. അപ്പൊ നമുക്ക് 4 കോംപ്ലിമെന്ററീസ് ആണ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയത് ഞങ്ങളെടുത്ത ടിക്കറ്റില്. അത് വേർത്തായിട്ടാണ് എനിക്ക് തോന്നിയത്. സ്കൈ വ്യൂ ഉള്ള സെക്ഷനാണ്. ദുബായ് മെട്രോയുടെ അടുത്തായിട്ടാണ് ഈ വ്യൂ പോയിന്റ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോയി ഗ്ലാസ് വാക്കൊക്കെ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് പോയത്. നല്ലൊരു മൊമെന്റ് ആയിരുന്നു അതെല്ലാം. ഇതിന്റെ ഒപ്പം തന്നെ അതും കൂടെ കവർ ആയപ്പോ ഐ എം വെരി ഹാപ്പി.
എല്ലാവരും ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് ഗ്ലാസ് വർക്കൊക്കെ ചെയ്തത്. ഒരു പ്രത്യേക രസമുണ്ടായിരുന്നു. മുകളിൽ നിന്ന് ഏറ്റവും പഴക്കമുള്ള ഓൾഡ് ബിൽഡിംഗ് ആണ് ടൊയോട്ടയുടെ. കണ്ടോ? ടോപ്പിൽ പോയി. എങ്ങനെ ഉണ്ടായിരുന്നു റോയിച്ചേട്ടാ? അബി എങ്ങനെ ഉണ്ടായിരുന്നു? ചേട്ടന് ഇഷ്ടമായത് അവിടുത്തെ ലിഫ്റ്റ് ആണ്. ഞാൻ ഇത് കൊടുത്തിട്ടുണ്ടാവും, നിങ്ങളിപ്പോ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഓക്കെ, ബൈ.